തിരുവനന്തപുരം കൗൺസിലർ ആർ ശ്രീലേഖ മുൻ DGP കൂടിയാണ്, ചെറിയ ആളൊന്നുമല്ല. പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന് എതിരെയായിരുന്നു നീക്കം. VK പ്രശാന്തിൻ്റെ ഓഫീസ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിന്ന് മാറ്റണം, ആ മുറി കൂടി എനിക്ക് അനുവദിക്കണം കൗൺസിൽ ഓഫീസായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. VK പ്രശാന്ത് കാര്യകാരണ സഹിതം വിശദീകരിച്ചു. വാടകയ്ക്ക് എടുത്ത മുറിയാണ്, നൽകാൻ സാധ്യതയില്ല, മാർച്ച് മാസം വരെ വാടക നൽകിയിട്ടുണ്ട്, കരാറുണ്ട് മാർച്ച് മാസം വരെ, അതിനുശേഷം വേണമെങ്കിൽ ആലോചിക്കാം എന്നാണ് അന്ന് VK പ്രശാന്ത് പറഞ്ഞത്. അതോടുകൂടി ഒന്ന് അടങ്ങിയിരുന്നു ആർ ശ്രീലേഖ. കാരണം VK പ്രശാന്തിന് എതിരെ ജനകീയ MLA ആണ്, അദ്ദേഹത്തിനെതിരെ ഇനിയും മുന്നോട്ട് പോയാൽ തിരിച്ചടി കിട്ടും എന്ന് ആർ ശ്രീലേഖ മനസ്സിലാക്കി നീക്കത്തിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. BJP ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. സ്വാഭാവികമാണ്, BJP പിന്തുണ പ്രഖ്യാപിക്കും. പക്ഷെ കോൺഗ്രസും പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു എന്നത് ഓർക്കണം. കോൺഗ്രസും പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു എന്ന് വെച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസും BJPയും ഭായി ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ആ സംഭവം. പുതിയ പോസ്റ്റ് പക്ഷേ ജനങ്ങൾക്ക് എതിരെയാണ്. ശാസ്തമംഗലത്തെ ജനങ്ങൾക്ക് മാത്രമല്ല, ചുറ്റുമുള്ള വാർഡുകളിലെ ജനങ്ങൾക്കെതിരെയാണ് പുതിയ പോസ്റ്റ്. എന്താണ് എന്നല്ലേ? ആ പോസ്റ്റ് ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്: എൻ്റെ ഇത്തിരി പോന്ന കുഞ്ഞു ഓഫീസ് മുറി, കഷ്ടിച്ച് 70-75 സ്ക്വയർ ഫീറ്റ്, പക്ഷേ ചുറ്റിനും ടൺ കണക്കിന് വേസ്റ്റ്. അതിനുശേഷം ഒരു വീഡിയോ കൂടി പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണാം, അതിനുശേഷം കാര്യത്തിലേക്ക് വരാം. ഇത് എൻ്റെ ഓഫീസിൻ്റെ ഒരു വശത്തെ ജനലാണ്. അതിൻ്റെ താഴെ ഈ കൂട്ടി വച്ചിരിക്കുന്നത് മുഴുവനും വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, മാലിന്യം ഒക്കെയാണ്. ഇത് മുഴുവൻ ഇതെൻ്റെ ചെറിയ മുറിയാണ് ഓഫീസ്. പക്ഷേ എൻ്റെ ഓഫീസിൻ്റെ പുറകിലുള്ള മാലിന്യ കൂമ്പാരമാണ്. ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ അടുക്കിയപ്പോൾ എൻ്റെ ഈ ഓഫീസ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഒരു മുറിയാണ് എൻ്റെ ഓഫീസ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കുടിസ് മുറി എന്ന് പറയുന്ന ഓഫീസ്. അതിൻ്റെ പുറകിലങ്ങ് അറ്റം വരെ മാലിന്യം കെട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ആളുകൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ 2 വേസ്റ്റ് ഡിസ്പോസൽ കേന്ദ്രങ്ങളുണ്ട്. വേസ്റ്റ് ഡിസ്പോസൽ ഹബ്ബ് എന്ന് പറഞ്ഞ് ലയൺസ് ക്ലബ് എന്തോ സ്പോൺസർ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന സാധനമാണ്. മദ്യക്കുപ്പികൾ വരെയാണ് എൻ്റെ മുറിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്. വീഡിയോ പ്രേക്ഷകർ കണ്ടുവല്ലോ. ശാസ്തമംഗലത്തിൻ്റെ തൊട്ടടുത്ത വാർഡിൽ താമസിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാനും ഈ ഓഫീസിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിരന്തരം പോകുന്ന ആളാണ്. ഖരമാലിന്യങ്ങൾ സംഭരിക്കുന്ന ഒരു കേന്ദ്രവും കൂടിയാണ് ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം. കെട്ടിടത്തിന് മുന്നിൽ ഖരമാലിന്യങ്ങൾ സംഭരണത്തിനു വേണ്ടി പ്രത്യേക സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരു സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ഖരമാലിന്യം കൊണ്ട് അവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു സെൽഫി എടുക്കാം, അത് പോസ്റ്റ് ചെയ്യാം ഫേസ്ബുക്ക് പേജിൽ എന്ന ഒരു വലിയ ക്യാമ്പയിനൊക്കെ തുടങ്ങിയിരുന്നു. നഗരം ക്ലീനാക്കുന്നതിന് വേണ്ടി ഖരമാലിന്യങ്ങൾ എവിടെയും വലിച്ചെറിയേണ്ട, ശേഖരിക്കാൻ തയ്യാറായി കോർപ്പറേഷൻ്റെ ഓഫീസ് ഉണ്ട്. അത് ശാസ്തമംഗലത്ത് തന്നെയാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് VK പ്രശാന്തിൻ്റെ മുറി. VK പ്രശാന്തിൻ്റെ മുറിയോട് ചേർന്നാണ് കൗൺസിലറുടെ മുറിയും. കൗൺസിലറുടെ മുറിയുടെ ഒരു ഭാഗത്തെ ജനൽ തുറന്നാൽ ഈ ഖരമാലിന്യങ്ങൾ സംഭരിച്ച സ്ഥലം കാണാം. ഖരമാലിന്യങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെ വളരെ മോശപ്പെട്ട സാധനങ്ങളൊന്നുമല്ല, ജൈവ മാലിന്യങ്ങളൊന്നും അവിടെയില്ല. കുപ്പി, പ്ലാസ്റ്റിക് ബാഗുകൾ, ചെരുപ്പുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ശേഖരിക്കുന്നത്. അത് അവിടെ നിന്ന് എല്ലാ ദിവസവും ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യും. വൈകുന്നേരമാകുമ്പോൾ കുറച്ച് ശേഖരമുണ്ടാകും, രാവിലെ ആകുമ്പോൾ എല്ലാം കയറ്റി കൊണ്ടുപോകും. ഏതെങ്കിലും ഒഴിവ് ദിവസം വന്നെങ്കിൽ മാത്രമേ അവിടെ ഖരമാലിന്യങ്ങൾ ശേഖരിച്ച് വെക്കുന്നുള്ളൂ എന്നതുകൂടി മനസ്സിലാക്കണം. ഖരമാലിന്യങ്ങളെല്ലാം കൃത്യമായും ചാക്കിൽ വേർതിരിച്ച് സംഭരിക്കാനുള്ള സംവിധാനവും അവിടെയുണ്ട്. അത് എത്രയോ കാലമായി തുടരുന്നതാണ്. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് ഇതേ ഓഫീസ് ഉപയോഗിച്ചത് BJPയുടെ കൗൺസിലറാണ് മധുസൂദനൻ നായർ. അദ്ദേഹമാണ് ശാസ്തമംഗലം കൗൺസിലറായിരുന്നത്. അദ്ദേഹത്തിന് യാതൊരു മനോവിഷവും ഉണ്ടായിരുന്നില്ല ആ കൗൺസിൽ ഓഫീസ് ഉപയോഗിക്കാൻ. കാരണം അപ്പോഴും അവിടെ ഈ ഖരമാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. അതിനുവേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കാറുണ്ട് മധുസൂദനൻ നായർ.
പക്ഷേ മുൻ DGPക്ക് ഇതൊന്നും പോരാ. അവരുടെ മനസ്സിൽ ചിലപ്പോൾ DGP ഓഫീസായിരിക്കും, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ DGP ഓഫീസ്, എല്ലാ സംവിധാനങ്ങളിലും കൂടിയ DGP ഓഫീസ്. വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ പുറത്ത് പോലീസുകാർ, കൂടെ കൊണ്ടുപോകാൻ പോലീസുകാർ, ഗൺമാൻമാർ, ഇതൊക്കെയുള്ള സംവിധാനത്തെക്കുറിച്ചൊക്കെ അവർക്ക് ഓർമ്മ വന്നിട്ടുണ്ടാകും. അതുപോലെയുള്ള ഒരു ഓഫീസ് വേണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഇത് വാർഡ് കൗൺസിലറുടെ ഓഫീസാണ്. എത്രയോ കാലമായി ഇവിടെ വാർഡ് കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കുന്നു. മുൻ BJPയുടെ കൗൺസിലർ തന്നെ ഇതേ ഓഫീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ മുൻ DGPക്ക് RC ലേഖയ്ക്ക് അതൊന്നും പോരാ, വിശാലമായ ഓഫീസ് മുറി വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു കുടുസ് മുറി എന്നാണ്. ഒരു കുടുസ് മുറി. ആ കുടുസ് മുറിയിൽ തന്നെയാണ് BJPയുടെ മുൻ കൗൺസിലർ പ്രവർത്തിച്ചത്. തൊട്ട് അടുത്ത് തന്നെ, ഒരു മതിലിനപ്പുറത്ത് തന്നെ VK പ്രശാന്തിൻ്റെ MLAയുടെ ഓഫീസുമുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. അല്പം വലുതാണ് പ്രശാന്തിൻ്റെ ഓഫീസ് എന്ന് മാത്രമേ ഉള്ളൂ. അല്പം വലുതാണ് പ്രശാന്തിൻ്റെ ഓഫീസ് എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ DGPയുടെ പ്രശ്നം ഈ ഖരമാലിന്യമാണ്. അത് അവിടെ സംഭരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഉപകാരമായ ഒരു സംവിധാനം ഇല്ലാതാക്കണം എന്നാണ് കൗൺസിലറായി ചുമതലയേറ്റ ഉടനെ ആവശ്യപ്പെടുന്നത് ശ്രീലേഖ എന്ന് പറയേണ്ടി വരും. അത് വലിയ വിമർശനം ഉയർന്നു വരും എന്ന കാര്യം സംശയമില്ല. അത് ശാസ്തമംഗലം വാർഡിൽ നിന്ന് മാത്രമായിരിക്കില്ല, തൊട്ടടുത്തുള്ള വാർഡുകളിൽ നിന്നും വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടെയുള്ള ജനങ്ങളും ആശ്രയിക്കുന്നത്, ഖരമാലിന്യങ്ങൾ നൽകാൻ ആശ്രയിക്കുന്ന സ്ഥലം കൂടിയാണ് കോർപ്പറേഷൻ്റെ ഈ ഓഫീസ്. അത് അവിടുന്ന് മാറ്റിയാൽ വലിയ വിമർശനത്തിനിടയാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ശ്രീലേഖയ്ക്ക് വൻ തിരിച്ചടിയായിരിക്കും എന്ന കാര്യത്തിലും സംശയമേ വേണ്ട. എന്താണ് ശ്രീലേഖ, എന്താണ് ശ്രീലേഖയുടെ മനസ്സിൽ, എങ്ങനെയാണ് അവർ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതിൻ്റെയൊക്കെ ചില സൂചനകൾ 2 ദിവസത്തിനകം പുറത്ത് വന്നിട്ടുണ്ട്. DGPയുടെ ഓഫീസിൽ അനുഭവിച്ച സൗകര്യങ്ങൾ ഒരു കൗൺസിലറുടെ ഓഫീസിലും വേണം എന്ന നിലയിലാണ് അവർ സംസാരിക്കുന്നത് എന്ന് വേണം കരുതാൻ. അത് ഒരിക്കലും സാധ്യമല്ല എന്ന് നാട്ടുകാർക്കറിയാം. പക്ഷേ ശ്രീലേഖയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല.